ശൈവ സിദ്ധാന്തമാണ്. അപ്പം ഈ ശൈവ സിദ്ധാന്തത്തിൻ്റെ സ്വാധീനം, അതായത് ക്ഷേത്രപ്രവേശനത്തിന് വിളംബരത്തിന് മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് സിദ്ധികളുടെ, അത് തിരുവിതാംകൂറിൻ്റെ ഒരു പാരമ്പര്യം. കാര്യം ഇത് തൈക്കാട്ട് അയ്യാസ്വാമി ഗൃഹസ്ഥനായിരുന്നു. എല്ലാ മഹാത്മാക്കളുടെ കാര്യത്തിലും ശത്രുക്കൾ അവരെ കൊല്ലുന്നു, ശിക്ഷരും ആരാധകരും എന്ന് പറയുന്നവർ കുഴിച്ചു മൂടുന്നു. അങ്ങനെയാണ് ചട്ടമ്പി സ്വാമി ഇദ്ദേഹത്തിൽ കൂടെ തമിഴ് സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയാണ് അദ്ദേഹം വിദ്യാധിരാജനായത്. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാജീവേട്ട നമസ്കാരം. നമസ്കാരം. രാജീവേട്ട, നമ്മുടെ തിരുവനന്തപുരത്ത് രാജഭരണം അവസാനിക്കുന്ന ആ കാലയളവിൽ നമ്മുടെ ഈ റെസിഡൻസി, അന്ന് സായിപ്പിൻ്റെ ഭരണമാണല്ലോ. അപ്പോൾ ആ റെസിഡൻസിയിൽ സൂപ്രണ്ടായിരുന്ന ഒരു മഹാനുഭാവൻ, അദ്ദേഹം വാസ്തവത്തിൽ നമ്മുടെ ചട്ടമ്പി സ്വാമികൾക്കും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ ഗുരുസ്ഥാനത്തുണ്ടായിരുന്നയാളാണ്. നമ്മുടെ അയ്യങ്കാളിക്ക് പോലും അദ്ദേഹവുമായിട്ടൊരു ബന്ധമുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. ആ മഹാനായ ചരിത്ര പുരുഷൻ അത് മറ്റാരുമല്ല, തൈക്കാട്ട് അയ്യാവ് എന്നറിയപ്പെടുന്ന അയ്യാസ്വാമികൾ. നല്ല ഒരു യോഗ മാർഗത്തിൽ സഞ്ചരിക്കുകയും ഹഠയോഗം ഉൾപ്പെടെയുള്ള യോഗവിദ്യകൾ അഭ്യസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയും സനാതനധർമ്മ പാരമ്പര്യം നഷ്ടപ്പെടാതെ അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സമാധി ദിനം കർക്കടകത്തിലെ മകം നക്ഷത്രം. അപ്പോൾ ഈ അയ്യാസ്വാമികളെക്കുറിച്ച് അങ്ങനെ വലിയ പുസ്തകങ്ങളൊന്നും അദ്ദേഹത്തെക്കുറിച്ച് ആരും രചിച്ചതായിട്ട് എനിക്കറിയില്ല. ചെറിയ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തൈക്കാട് തന്നെ ഒരു ചെറിയ മിഷൻ, അയ്യാ മിഷൻ പ്രവർത്തിക്കുന്നതായിട്ട് അറിയാം. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവരുടെ പത്രസമ്മേളനമൊക്കെ ഞാൻ തന്നെയാണ് വാർത്തകൾ എടുത്തിട്ടുള്ളത്. അതിലുണ്ടായിരുന്ന ചില ആൾക്കാരെയൊക്കെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, പലരും മരിച്ചുപോയി, ഇപ്പോഴില്ല. ഈ തൈക്കാട് അയ്യാസ്വാമികളുടെ ഒരു ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിൽ എന്തെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ ഈ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും നമ്മുടെ അയ്യങ്കാളിയും ഒക്കെ എങ്ങനെയാണ് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതെന്നും ഇദ്ദേഹം നൽകിയ സംഭാവന എന്താണെന്നും ഉള്ളൂരിൻ്റെ സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂർ പറയുന്നത് തൈക്കാട്ട് അയ്യാസ്വാമി ആദിദ്രാവിഡ സിദ്ധനാണ്. ആദിദ്രാവിഡ സിദ്ധനാണ് ആ പദം. അപ്പോൾ ഒരു അവധൂത ജീവിതമായിരുന്നു. ശൈവ സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താവായിരുന്നു. അപ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ ചരിത്രം നമ്മൾ എടുത്താൽ അതിൻ്റെ ദാർശനിക തലം എന്താണ് എന്ന് വെച്ചാൽ അയ്യാ വൈകുണ്ഠനാഥർ, തൈക്കാട്ട് അയ്യാസ്വാമി, ചട്ടമ്പി സ്വാമി, നാരായണ ഗുരുദേവനൊക്കെ സുബ്രഹ്മണ്യ ഭക്തന്മാരാണ്. ശൈവ സിദ്ധാന്തമാണ്. അപ്പം ഈ ശൈവ സിദ്ധാന്തത്തിൻ്റെ സ്വാധീനം, അതായത് ക്ഷേത്രപ്രവേശനത്തിന് വിളംബരത്തിന് മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനൊരു കാരണം എല്ലാ തൈപ്പൂയ നാളുകളിലും അയ്യാസ്വാമികളുടെ അവിടെ ചട്ടമ്പി സ്വാമി, നാരായണ ഗുരുദേവൻ, അയ്യങ്കാളി, പേട്ടയിൽ ഫെർണാണ്ടസ്, മക്കടി ലബ്ബ, പിന്നെ സർവസാക്ഷിയമ്മ, കൊല്ലത്തമ്മ എന്ന് പറയുന്ന സർവസാക്ഷിയമ്മ, പിന്നെ സ്വയം പ്രകാശയോഗിന്മാർ, അങ്ങനെ സമൂഹത്തിൽ എല്ലാവരും അവിടെ വന്നിരുന്നു. സമൂഹ പന്തിഭോജനം. അത് തൈക്കാട്ട് അയ്യാസ്വാമി സമാധിയാവുന്നത് ഞാൻ മനസ്സിലാക്കുന്ന 1859 1809 മുതൽ, അതെ 1814 മുതൽ 1909 വരെ. 1814 ജനിച്ചു, 1909 100 വയസ്സായില്ല, അതിന് കുറച്ച് മുമ്പേ 96 വയസ്സിൽ എന്തുവാണ് അദ്ദേഹം സമാധി വന്നത്. അപ്പോൾ ഈ ഒരൊറ്റ പോയിന്റ് കാര്യം, അന്ന് സമൂഹ പന്തിഭോജനം എല്ലാ തരത്തിലുള്ള ഹിന്ദുമതത്തിലെ എല്ലാ തരത്തിലുള്ള വിഭാഗം മാത്രമല്ല മറ്റെല്ലാ വിഭാഗത്തിൽ കൂടി. അതെ. അപ്പം ഈ വിദ്യ അന്നവും പോലെ വിദ്യ അർഹിക്കുന്നവർക്ക് കൊടുക്കണം എന്നുള്ളതുണ്ട്. അതുകൊണ്ടാണല്ലോ ചട്ടമ്പി സ്വാമി പോയി ഹഠയോഗമാണ് പഠിക്കുന്നത്. പിന്നെ ചട്ടമ്പി സ്വാമി കുഞ്ഞമ്പിള്ള ചട്ടമ്പി മുഖാന്തരമാണ് ഗുരുദേവൻ പോയി മന്ത്രദീക്ഷ വാങ്ങുന്നത്. പിന്നെ ഈ കൊല്ലത്തമ്മ വളരെ സഹകാരിയായിരുന്നു. ഈ കൊല്ലത്തമ്മയോടാണ് പറയുന്നത് തൈക്കാട്ട് അയ്യാസ്വാമി നാണുവിനെയും ചട്ടമ്പിയെയും
മരുത്താമലയിലെ പിള്ളത്തടത്തി കൊണ്ടുപോകാൻ. ആ ആ ആ അതിൻ്റെ കാരണം കൊല്ലത്തമ്മ നേരത്തെ അവിടെ പോയി പോയി. തപസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാരമ്പര്യം ഒന്ന് നോക്കണം, പ്രത്യേകിച്ചും തിരുവിതാംകൂറിൻ്റെ പാരമ്പര്യം. അപ്പം തിരുവിതാംകൂർ കൊട്ടാരത്തിനെതിരെ ഇപ്പം പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഈ മഹത്വക്കളെ ആരാധിക്കുന്ന ഒരു പാരമ്പര്യമുണ്ടായിരുന്നു. ഇപ്പോഴും കവടിയാർ കൊട്ടാരത്തിൽ അവരുടെ പള്ളിത്തേവാരം എന്ന് പറയുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ സൂപ്രണ്ട് സ്വാമി എന്നാണ് വിളിച്ചിരുന്നത്. അയ്യാസ്വാമി സൂപ്രണ്ട് സ്വാമിയുടെ എന്തോ കൊടുത്ത വടിയോ അങ്ങനെ എന്തൊക്കെയോ ഇരുന്ന അത് പൂജ ചെയ്യുന്ന പൗർണമി പൂജ നടക്കുന്നുണ്ട്. ഇവിടെ പൗർണമി സംഘങ്ങൾ ഉണ്ടായിരുന്നു. പൗർണമി തിരുവനന്തപുരത്ത് അത് പ്രത്യേകിച്ചും സ്ത്രീജനങ്ങളുടെ. അപ്പം ഈ തൈക്കാട്ട് അയ്യാസ്വാമിയും സ്ത്രീ ശാക്തീകരണവും എന്നൊരു വിഷയം എടുത്ത ഇപ്പോൾ കൊല്ലത്തമ്മ, ആ കൊല്ലത്തമ്മയാണ് മണ്ടക്കാട് അവിടെ ശ്രീചക്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഓ അത് ശരി. ഈ തൈക്കാട്ട് അയ്യാസ്വാമിയുടെ ശിക്ഷയായിരുന്നു സ്വയം പ്രകാശ യോഗിനിയമ്മ. കുഞ്ഞമ്മ എന്നാണ് പേര്. അവരുടെ ജ്യേഷ്ഠത്തി ഈ തൈക്കാട്ട് അയ്യാസ്വാമിയുടെ പ്രഥമപുത്രനായ ലോകനാഥ പണിക്കരെ വിവാഹം കഴിച്ചു. കുഞ്ഞമ്മയുടെ ഭർത്താവ് ഭൈരവം പണ്ടാരം പിള്ള എന്ന് പറയുന്ന കോട്ടാറിലെ വലിയ വ്യവസായിയായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് മരിച്ചു. കോട്ടാറിലെ മരിച്ചു എന്ന് കണ്ടപ്പോൾ ഇവർ സാരിത്തുമ്പിൽ വിഷവും വെച്ചിട്ടാണ് തൈക്കാട്ട് അയ്യാസ്വാമിയെ കാണാൻ പോകുന്നത്. കാരണം അവർക്കൊരു ആശങ്ക, സ്ത്രീകൾക്ക് ശിക്ഷിത്വം കൊടുക്കൂ. അപ്പോൾ ഇത് കണ്ട ഉടനെ ഇവർ വരുന്ന കണ്ട ഉടനെ തൈക്കാട്ട് അയ്യാസ്വാമി പറഞ്ഞു ആ പുടവത്തുമ്പിലെ വിഷമെടുത്ത് കളയാൻ പറഞ്ഞു. ആദിദ്രാവിഡ സിദ്ധൻ. അപ്പം സിദ്ധി നമ്മളുടെ വേദാന്തത്തിലേക്ക് വരുമ്പോൾ ഈ സിദ്ധിയൊക്കെ വളരെ മോശമാണ്, അപകടം പിടിച്ച കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ സിദ്ധാന്തത്തെയും വേദാന്തത്തെയും സമന്വയിപ്പിച്ചു ആര്? തൈക്കാട്ട് അയ്യാസ്വാമി, ചട്ടമ്പിസ്വാമി, നാരായണ ഗുരുദേവൻ. അപ്പോൾ ഈ കുഞ്ഞമ്മയുടെ ആ വിഷം കളയാൻ പറഞ്ഞു. നീ ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സ്ത്രീയല്ല, അനേകം സ്ത്രീകൾക്ക് ഗുണം ചെയ്യേണ്ട ഒരു മാർഗദർശനം നൽകേണ്ട. അങ്ങനെ ചട്ടമ്പിസ്വാമി അല്ല തൈക്കാട്ട് അയ്യാസ്വാമി സമാധി ആകുന്നതിന് മുമ്പ് ഈ സ്വയം പ്രകാശ യോഗിനിയമേ കുഞ്ഞമ്മ മന്ത്രദീക്ഷ കൊടുത്തിരുന്നു. അന്നത്തെ കാലമാണ് സ്ത്രീകൾക്ക് മന്ത്രദീക്ഷ. പറഞ്ഞു എനിക്ക് കാലം കഴിഞ്ഞു. കാരണം 96 വയസ്സ് തികഞ്ഞ അന്ന് അദ്ദേഹം സൂപ്രണ്ട് പദവി മാഗ്രിഗർ എന്ന് പറയുന്ന റെസിഡൻറ്റ് സാഹിബിൻ്റെ ആളായിട്ടാണ് അത് ഒഴിവായി. ഈ കുഞ്ഞമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അധികം നാളില്ല, നിൻ്റെ ഈ സാധന പരിശീലിപ്പിക്കാൻ എനിക്ക് ശേഷം വേറൊരാളെ ഞാൻ ഏൽപ്പിച്ചു തരാം. അപ്പോൾ ഒരു അടുത്തിരിക്കുന്ന മകൻ പഴനിവേൽ എന്ന് പറയുന്ന മകനോട് ഒരു കത്തെഴുതി നീ കൊല്ലത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞ് കത്തെഴുതി അയാൾ തൈക്കാട്ട് അയ്യാവിൻ്റെ ഗൃഹത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് കൊല്ലത്തം അവിടെ വന്നു. ഇതൊക്കെയാണ് സിദ്ധികളുടെ, അത് തിരുവിതാംകൂറിൻ്റെ ഒരു പാരമ്പര്യം. കാര്യം ഇത് തൈക്കാട്ട് അയ്യാസ്വാമി ഗൃഹസ്ഥനായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പരമ്പരയിൽ കാവിക്കും വേഷത്തിനും വലിയ പ്രാധാന്യം. ഇപ്പൊ ചട്ടമ്പിസ്വാമി, നാരായണ ഗുരുദേവൻ ഒരിക്കലും എന്തൊരു മഞ്ഞ വസ്ത്രം ധരിച്ചു കൊളംബോയിൽ പോകാൻ വേണ്ടി അത്രയ്ക്കുള്ളൂ. അപ്പൊ വേഷം കെട്ടുമൊന്നുമല്ല ഇവരുടെ സാധന. പ്രത്യേകിച്ചും തൈക്കാട്ട് അദ്ദേഹം വരാൻ കാരണം ശ്മശാനം അവിടെയുണ്ട്, ശ്മശാന സാധന. ഇപ്പം നമ്മുടെ നാട്ടിൽ അഘോരികൾ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കൊണ്ടുവരുന്നുണ്ട്. അവർ അഘോരികളാണോ ആർക്കറിയാം. പക്ഷെ തൈക്കാട്ട് അയ്യാസ്വാമി ചട്ടമ്പിസ്വാമി ഉള്ള സമയത്തൊന്നും ഈ തരികിട നടക്കില്ല. ശ്മശാന സാധന. അഘോരികൾ ശ്മശാനത്തിൽ തന്നെ ഇരിക്കുന്നവരാണ്, അവരിങ്ങനെ കറങ്ങി നടക്കൂ. അതൊന്നും ചോദിക്കാൻ പോയാൽ നമ്മുടെ വിഷയം മാറും. അപ്പം ഇവിടെ തൈക്കാട്ട് ശ്മശാനത്തിൻ്റെ അരികിൽ തൈക്കാട്ട് അയ്യാസ്വാമിയുടെ ജീവിതം അവസാനിച്ചു. ഈ സമകാലീനിയായ സർവസാക്ഷിയമ്മ എന്ന് പറയുന്ന കൊല്ലത്തമ്മ പത്മനാഭപുരത്താണ് സമാധി. അവിടെ പത്മനാഭപുരം സമാധിയുടെ മുന്നിൽ പെരുമാൾക്കുളം, അതിൻ്റെ മുന്നിൽ ശ്മശാനമാണ്. പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ അടുത്ത് തിരുവിതാംകൂർ രാജകുടുംബം കൊടുത്തതാണ്. അപ്പം അന്നത്തെ
ഇവിടെ തിരുവിതാംകൂറിൽ, പിന്നെ കൊച്ചിയിലും അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും തിരുവിതാംകൂറിൽ ഒരുപാട് മഹാത്മാക്കൾ, അവധൂതന്മാർ, ചട്ടിസ്വാമി, വട്ടിസ്വാമി, സാമ്പ്രാണി സിദ്ധൻ, പിന്നെ തക്കല സ്വാമി, അങ്ങനെ അവധൂതന്മാരുടെ ഒരുപാട്. അപ്പം ഈ തൈക്കാട്ടയ്യ സ്വാമിയും ഈവൻ ചട്ടമ്പി സ്വാമി ആകുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, അവധൂതന്മാരെ ആദരിക്കാം, പക്ഷെ അനുകരിക്കാൻ പാടില്ല. ആചാര്യന്മാരെ ആദരിക്കും ചെയ്യാം, അനുകരിക്കും ചെയ്യാം. ഇപ്പം സ്വാമി വിവേകാനന്ദൻ, സ്വാമി ചിന്മയാനന്ദൻ പോലെയുള്ള ആൾക്കാരെ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ അവധൂതന്മാരെ അനുകരിക്കാൻ പോയി അതിന് പ്രാപ്തിയില്ലാത്തവർ, കാരണം 5 കിലോ പൊക്കാൻ പറ്റാത്ത ആൾക്കാർ 50 കിലോ 500 കിലോ പൊക്കിയാൽ അത്, അപ്പം അങ്ങനത്തെ ഒരു അപകടം ഇതിലുണ്ട്. പക്ഷേ ഇവിടെ സാമൂഹികമായ തൈക്കാട്ടയ്യ സ്വാമിയുടെ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഈ സമൂഹ പന്തി ഭോജനം. അന്നവും വിദ്യയും അർഹിക്കുന്നവർക്ക് കൊടുക്കണം എന്നുള്ള, അത് ശൈവ സിദ്ധാന്തത്തിൻ്റെ, തമിഴ് പാരമ്പര്യത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ ദാർശനിക അടിത്തറ എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നവനവോത്ഥാനക്കാരൊക്കെ പറയുന്നത് എന്താ, മറ്റു വിദേശത്ത് നിന്ന് വന്നതാണല്ലോ, സനാതനധർമ്മത്തെ ഇല്ലായ്മ ചെയ്യണമെന്നൊക്കെയാണ്. അല്ല, അതെ. പിന്നെ ഇപ്പം രാമകൃഷ്ണ മിഷൻ ഒക്കെ പറഞ്ഞാൽ ബംഗാളിൽ നിന്നും വന്നതാണ്. ഇപ്പം ആര്യ സമാജം വടക്കേ ഇന്ത്യയിൽ നിന്നും വന്നതാണ്. ഒക്കെ ശരി തന്നെ, അതൊക്കെ നവോത്ഥാന, ഭാരതത്തെ സംബന്ധിച്ച നവോത്ഥാന വിവിധ കാലങ്ങളിൽ വിവിധ ദേശങ്ങളിലായിട്ട് അതിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അവർക്ക് കേരളത്തിലുണ്ട്. പക്ഷേ നടരാജഗുരു പറഞ്ഞ പോലെ നാട്ടിൽ മുളച്ച വിത്തുകൾ എന്ന് പറയുമ്പോൾ, കാരണം ഇവർക്കൊന്നും കൊളോണിയൽ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല അവിടെ. പിന്നീട് വരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൊളോണിയൽ വിദ്യാഭ്യാസത്തിൻ്റെ സ്വാധീനം കൊണ്ട് സനാതനധർമ്മത്തെ ഈ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതൊക്കെ കുറേയൊക്കെ ഒരു എന്താ പറയുക, ഒരു ഓക്വേർഡായിട്ട് തീരും. ഇവരുമായിട്ട് അങ്ങോട്ട് യോജിച്ച് വരണമെന്നില്ല. കാര്യം ഇപ്പം താങ്കളൊക്കെ ആര്യ സമാജവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഏറ്റവും അടിത്തറ ഗുരുകുലമാണ്. അതെ, ഗുരുകുല വിദ്യാഭ്യാസം. തൈക്കാട്ടയ്യ സ്വാമിയുടെ കാലഘട്ടത്തിൽ, പിന്നെ ചട്ടമ്പി സ്വാമി തൈക്കാട്ടയ്യ സ്വാമിയെ കാണുന്നത് പേട്ടയിൽ രാമൻപിള്ള ആശാൻ നടക്കുന്ന ജ്ഞാനപ്രചാകാരത്തിൽ വെച്ചാണ്. പിന്നെ സുബ്ബജടാപാടികൾ ഇവിടെ വരുന്നുണ്ട് നവരാത്രി മഹോത്സവത്തിലൂടെ. കുട്ടികളെ പഠിപ്പിച്ചിരുന്നു അദ്ദേഹം, സംസ്കൃത വ്യാകരണവും മറ്റും പഠിപ്പിച്ചിരുന്നു. അപ്പം അങ്ങനെയാണ് ജ്ഞാനപ്രചാകാരത്തിലൂടെ പേട്ടയിൽ രാമൻപിള്ള ആശാൻ്റെ അവിടെ തൈക്കാട്ടയ്യ സ്വാമി വരുമ്പോൾ അതേ ഈ തമിഴ് പാടലുകൾ അത് അവതരിപ്പിക്കും. കൈവല്യ നവനീതം, ഒഴിവിലൊടുക്കം, അങ്ങനെയാണ് ചട്ടമ്പി സ്വാമി ഇദ്ദേഹത്തിൽ കൂടെ തമിഴ് സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയാണ് അദ്ദേഹം വിദ്യാധിരാജനായത്. അതുകൊണ്ടാണ് അദ്ദേഹം വേദാധികാര നിരൂപണത്തെ ചോദ്യം ചെയ്യുന്നത്. ഇപ്പോൾ തുഞ്ചത്ത് എഴുത്തച്ഛൻ തന്നെ ഇവിടെ മഹാഭാരത തർജ്ജമയിൽ ഭഗവത്ഗീതയെ ഒരു വരിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. ഉഴറിയരുളിന മൊഴികൾ ഉപനിഷത്താകിയാൽ ഓതിനാൽ ഗീതയെന്നാദരാൽ ജ്ഞാനികൾ. 700 ശ്ലോകങ്ങൾ 2 വരിയിൽ ഒതുക്കേണ്ടി വന്നു. ഉപനിഷത്തുക്കളാകുന്ന കാരണം ശൂദ്രന് അത് സാധിക്കില്ല. പിന്നെ എന്നിട്ട് അദ്ദേഹം തഞ്ചാവൂർ പോയാണ് പഠിച്ചത്. അപ്പം നമ്മൾ ഈ കൊട്ടിഘോഷിക്കുന്ന കുറേ മഹാത്മ്യമുണ്ടല്ലോ. അപ്പം ഇവിടെ വേദാന്തത്തിനേക്കാൾ സിദ്ധാന്തമാണ് കേരള മണ്ണിൽ ആഴത്തിൽ വേരാഴ്ത്തി അത് നമുക്ക് ഒരു ദാർശനിക തലം. ഇപ്പം നാരായണ ഗുരുദേവന് ക്ഷേത്രപ്രതിഷ്ഠ നടത്താൻ എന്താ അർഹത എന്ന് ചോദിച്ചാൽ, അതിനു മുമ്പ് ചട്ടമ്പി സ്വാമി വേദാധികാര നിരൂപണം, അധികാരി ആര്, അതിൻ്റെ ആ തിയറിയുടെ പ്രായോഗിക
പദ്ധതിയായിരുന്നു ആ നാരായണ ഗുരുദേവൻ്റെ ക്ഷേത്രപ്രതിഷ്ഠ. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് എന്താ, ഈ തൈക്കാട്ട് അയ്യാസ്വാമി അടക്കം വെള്ളാള കുലത്തിൻ്റെ ആചാര്യനാക്കുക. ഇവരൊക്കെ ആ മാനവരാശിയുടെ ഗുരുക്കന്മാരാണ്. ചട്ടമ്പിസ്വാമി ആയാലും നാരായണ ഗുരുദേവൻ. എനിക്ക് തോന്നുന്നത് അത് ചട്ടമ്പിസ്വാമി രക്ഷപ്പെട്ടു പോയി കുറേയൊക്കെ. അതായത് നായന്മാരുടെ ഗുരുവാക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, നമുക്ക് ആരുടെയും ഗുരുവാക്കേണ്ട എന്ന് പറഞ്ഞാൽ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, പണ്ട് ഈ ജാതിക്കൂട്ടങ്ങൾ അത് പിന്നീട് സാമുദായിക സംഘടനകളാക്കുകയും ഈ ഗുരുക്കന്മാരെ സമുദായത്തിൻ്റെ വൃത്തത്തിനുള്ളിൽ തളച്ചിടുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഈ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ വേലിക്കെട്ടുകൾക്കുള്ളിൽ നിന്നും മോചിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് ചെയ്യേണ്ടത്. കാര്യം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മാനവരാശിക്ക് ആകമാനം നവോത്ഥാനം നൽകുന്നതാണ്. അവരെ നമ്മുടെ അതായത് ഗുരുക്കന്മാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയല്ല, ഗുരുക്കന്മാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല ശിഷ്യന്മാർ പ്രവർത്തിക്കുന്നത്. ശിഷ്യരെന്ന് പറയുന്നവർ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഗുരുവിൻ്റെ വചനങ്ങളെ വളച്ചൊടിക്കണം. അപ്പം എന്തുകൊണ്ട് എന്താണ് ഉണ്ടാവുന്നത്? എല്ലാ മഹാത്മാക്കളുടെ കാര്യത്തിലും ശത്രുക്കൾ അവരെ കൊല്ലുന്നു, ശിഷ്യരും ആരാധകരും എന്ന് പറയുന്നവർ കുഴിച്ചു മൂടുന്നു. അല്ലാതെ പലരും എന്നോടൊക്കെ ചോദിക്കും, ഈ കമ്മ്യൂണിസം വന്നതാണല്ലേ കേരളത്തിൽ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം കമ്മ്യൂണിസം ജനിച്ച നാട്ടിൽ തന്നെ തകർന്ന് തരിപ്പണായി. പിന്നെ അതുമായി ബന്ധമില്ലാത്ത വളക്കൂറില്ലാത്തൊരു മണ്ണിൽ എങ്ങനെ വളരും? കമ്മ്യൂണിസത്തിൻ്റെ ഇതൊന്നുമല്ല. നമ്മുടെ ഗുരുക്കന്മാർ അവരുടെ ഫിലോസഫിക്കൽ അത് മനസ്സിലാക്കി, അത് തിയറി മനസ്സിലാക്കിയാലല്ലേ പ്രാക്ടീസ് ആക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉത്തരേന്ത്യയിലെ ആര്യ സമാജം ബാക്ക് ടു വേദാസ്, വേദങ്ങളിലേക്ക് മടങ്ങുക. കാരണം വേദാന്തം. ഇപ്പം രാമായണ മാസത്തിൽ വളരെ പോയിന്റ് ആചാര്യ നരേന്ദ്രദേവാണ് രാംലീല മൈതാനിൽ ആദ്യത്തെ പരിപാടി നടത്തിയത്. അപ്പം ഇത് ഒരു പ്രദേശത്തെ ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരുന്നത് എന്താ, തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി, നോ യുവർ വില്ലേജ് യുവർ ഹെറിറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൻ്റെ പ്രത്യേകതകൾ. ഇതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, അവരെ എതിർക്കുന്നു എന്ന് പറയുന്നവരും മനസ്സിലാക്കണം. നമ്മുടെ നാടിൻ്റെ, ഈ മലയാള നാടിൻ്റെ, തിരുവിതാംകൂറിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ഇവിടെ നവോത്ഥാനം വന്ന വഴികൾ എന്താണ്, അത് നമുക്ക് സ്വാംശീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ചർച്ചയോ പ്രവർത്തന പദ്ധതികളോ ഇവർക്കുണ്ടോ? അല്ല, അത് ശരിയാണ്. അങ്ങ് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയാണ്. അതിന് നമ്മളിപ്പോൾ തൈക്കാട് അയ്യാ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയൊക്കെ ആ മാർഗത്തെ ആ തനതായ ശൈലിയിൽ തന്നെ സ്വീകരിച്ചാൽ പോരെ? അതിന് സമൂഹ പന്തിഭോജനം ഞാൻ പറഞ്ഞു. പിന്നെ ഈ പുസ്തകം സർവസാക്ഷിയമ്മ, കൊല്ലത്തമ്മ ജീവിതവും പൈതൃകവും, ഞാനും കേരളപാണിനിയുടെ പൗത്രിയും കൂടി എഴുതിയ പുസ്തകമാണ്. ഈ തൈക്കാട്ട് അയ്യാസ്വാമിയുടെ മന്ത്രദീക്ഷ കിട്ടിയ ശിഷ്യയാണ് സ്വയം പ്രകാശ യോഗിനിയമ്മ. കുളത്തൂർ ഒരു ആശ്രമമുണ്ടെന്ന് പറഞ്ഞാൽ കോഴിക്കോട് കുളത്തൂരല്ലേ എന്നാണ് അന്വേഷിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് ഒരു കുളത്തൂര് ഗുരുദേവന്റെ വലിയ പ്രവർത്തനങ്ങൾ നടന്ന സ്ഥലം കൂടിയാണ്. എന്തോ ആ ഏരിയകളിലൊക്കെ ക്ഷേത്രം അദ്ദേഹം ഇത് 1915 കുളത്തൂർ കുന്നിൽ സ്വയം പ്രകാശ യോഗിനിയമ്മ ആശ്രമം ഉണ്ടാക്കി. അതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഹിന്ദു മതാശ്രമം എന്നായിരുന്നു. പിന്നീട് 1927 ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നു. പിന്നെ സ്വയം പ്രകാശ യോഗിനിയമ്മയുടെ ശിഷ്യൻ ഗുരുദാസാനന്ദ, അദ്ദേഹം ചേറ്റൂർ ശങ്കരൻ നായരുടെ മരുമകനാണ്. നമ്മുടെ കോൺഗ്രസിന്റെ ആദ്യകാല പ്രസിഡന്റ് ചേറ്റൂർ, അദ്ദേഹത്തിന്റെ മരുമകനാണ് ഈ സ്വയം പ്രകാശ യോഗിനി. അദ്ദേഹം പിന്നെ ബ്രിട്ടീഷ് റോയൽ ആർമിയിലെ
ഓഫീസറുമായിരുന്നു, ക്യാപ്റ്റനായിരുന്നു. ഓ, ഈ ഇദ്ദേഹം ഗുരുദാസാനന്ദ. ഒന്ന് ആലോചിച്ച് നോക്കണം, പണ്ട് കാലത്തെ ശിക്ഷന്മാരുടെ ക്വാളിറ്റി. പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരി കൊല്ലങ്കോട് മഹാരാജാവിൻ്റെ ധർമ്മപത്നിയുമായിരുന്നു, പാലക്കാട്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന ഗുരുദാസാനന്ദ ആയി അവരുടെയൊക്കെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങളുടെ സമകാലീന സ്ഥിതി എന്താണ്? അല്ല, ഈ അങ്ങ് പറഞ്ഞത് ശരിയാണ്. അയ്യാ മിഷൻ്റെയൊക്കെ പ്രവർത്തനം ഇന്ന് വളരെയധികം, എന്ന് വെച്ചാൽ ആരും ഈ പറഞ്ഞതുപോലെ നോക്കാനും ഒന്നുമില്ല, സഹായങ്ങളൊന്നും കിട്ടുന്നില്ല. അതൊരു സമുദായത്തിൻ്റെ കയ്യിൽ അങ്ങ് ഒതുക്കപ്പെടുകയാണ്. സമുദായത്തിൻ്റെ കയ്യിൽ നിന്ന് പോലും പറയാൻ പറ്റില്ല, കുടുംബത്തിൻ്റെയോ വ്യക്തികളുടെ കയ്യിലൊക്കെ പോയി. അപ്പം ഇത് വലിയ അപകടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ അപകടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരാര്? ഒരു വലിയ ചോദ്യമാണ്. അപ്പം നമ്മളെ നവോത്ഥാനത്തിൻ്റെ നാൾ വഴികളൊക്കെ ചർച്ച ചെയ്യും, അതും തൈക്കാട്ട് അയ്യാസ്വാമിയുടെ മഹാസമാധി ദിനത്തിലാണ്. അപ്പോൾ വീണ്ടും നമ്മൾ പറയാണ്, നമ്മുടെ നാടിൻ്റെ ഭാവി ശോഭനമാണോ ഭാസുരമാണോ? ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയം തോന്നുന്നുണ്ട്. അത് ഭയം പുറമേൽ നിന്നല്ല, ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. ഈ ഇത്തരം മഹാത്മാക്കളുടെ തപോസ്വാധ്യായ നിരതമായി അവർ പടുത്തുയർത്തിയ കേന്ദ്രങ്ങൾ എങ്ങനെ സ്വാർത്ഥന്മാരും സ്ഥാപിത താല്പര്യക്കാരും കയ്യേറി എന്നുള്ളൊരു ചോദ്യം ആരാണ് എടുക്കേണ്ടത്? ഈ സനാതന ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നവരാണ് എടുക്കേണ്ടത്. അതിന് പകരം അവരെ രഹസ്യമായി അർദ്ധരാത്രിയിൽ അവർക്ക് വേണ്ടി കൂടെ പിടിക്കാമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതല്ലേ വലിയ അപകടം. അല്ലാതെ കമ്മ്യൂണിസത്തിൻ്റെ വരവോ സെമറ്റിക് മതത്തിൻ്റെ വരവോ ഇതിനൊക്കെ തടഞ്ഞു നിർത്തിയൊരു ശക്തി ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അവരെ തടഞ്ഞു നിർത്തിയ ഒരു ഗുരു പരമ്പര ഇവിടെ ഉണ്ടായിരുന്നു. സാധനാബലം കുറയുന്നു. അതാണ്. അതിപ്പോൾ ഉത്തരേന്ത്യയിലോ ഇപ്പോൾ താങ്കളെപ്പോലെയുള്ള ആൾക്കാർ ആര്യ സമാജം ഇതൊക്കെ സാധനാബലം കുറയുന്നു. അപ്പോൾ അവർ അല്ലെ ഇവിടെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പ്രശ്നം എന്നൊക്കെയാണ് പറയുന്നത്. സമ്പത്താണ്. ഇതിനേക്കാൾ വലിയ ദാരിദ്ര്യം ഉണ്ടായിരുന്ന കാലത്താണ് ആര്യ സമാജവും ശ്രീരാമകൃഷ്ണ മിഷനും ഒക്കെ പ്രവർത്തനം ആരംഭിച്ച് വിജയിച്ചത്. ഇന്ന് ഇവർക്ക് എന്തിൻ്റെ ഒരു കുറവാണുള്ളത്? എന്നിട്ടും ഇത്തരം സ്ഥാപനങ്ങളുടെ ഒരു സ്വാധീനത നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ടോ? എന്തുകൊണ്ട് കാണുന്നില്ല? അപ്പം അതിൻ്റെ പരിഹാര ശ്രമങ്ങളിലേക്ക്, അതായത് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് പണ്ട് കാലത്ത് നവോത്ഥാനം അതിലല്ല കിട്ടിയത്, സാധന കേന്ദ്രങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് മനുഷ്യബന്ധങ്ങളിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ പല വിള്ളലുകളും ഉണ്ടാകുമ്പോൾ അവർക്ക് ആശ്രയമാകേണ്ട കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങളുടെ സ്ഥിതി എന്ത് ഇവിടെ? നാളെ ആ ചോദ്യം സമൂഹത്തിൽ നിന്നും ഉയർന്നാൽ പലർക്കും തലയിലും മുണ്ടിട്ടിരിക്കേണ്ടി വരും ഇവിടെ. അതെ, ഒരു വലിയ അങ്ങ് ചൂണ്ടിക്കാണിച്ചത് എന്താ പറയുക, വിഷമമുണ്ടാക്കുന്നതാണെങ്കിലും അതൊരു സത്യമാണ്, അതിനെ നിഷേധിക്കാൻ കഴിയില്ല. എന്തായാലും നമുക്ക് ഈ അയ്യാസ്വാമിയുടെ ഈ വരുന്ന സമാധി ദിനത്തിനെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു പുതിയ ചുവടുവയ്പ്, ഒരു പുതിയ കാൽവയ്പ് ഈ കാര്യത്തിൽ സമൂഹത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ തിരുവനന്തപുരത്തെ ആസ്തിക ജനങ്ങളുടെ ഇടയിൽ, അതായത് അദ്ദേഹത്തിൻ്റെ സമാധി കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് സ്മരിക്കാൻ നമുക്കൊരു അവസരം കിട്ടും. തീർച്ചയായിട്ടും അതൊരു നമസ്കാരം, വലിയ കാര്യം തന്നെയാണ്, അത് ചെറുതല്ല. ചട്ടമ്പി സ്വാമികളെയും ശ്രീനാരായണ ഗുരുദേവനെയും അയ്യങ്കാളിയൊക്കെ പോലെയുള്ള മഹാപുരുഷന്മാരെ വളർത്തിയെടുക്കാൻ, അവരെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ, പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ ഈ കൊല്ലത്തമ്മയും യോഗിനി അമ്മയും ഒക്കെ, അഭേദാനന്ദ സ്വാമി ഇവരെയൊക്കെ സമൂഹത്തിന് നൽകിയത് ആ മഹാത്മാവിൻ്റെ കൃപാകടാക്ഷങ്ങളാണ്. ഈ പുസ്തകത്തിൽ വലിയൊരു പ്രത്യേക കാര്യം അടയാളപ്പെടുന്നിടത്തുണ്ട്. സാധുശീലൻ പരമേശ്വരൻ പിള്ള അദ്ദേഹത്തിൻ്റെ 14ാമത്തെ വയസ്സിൽ ഒരു ഹിമാലയ പര്യടനം, ഭാരത പര്യടനം നടത്താൻ വേണ്ടി ഒരു സാധുവിനെ കാണാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ കുളത്തൂർ സ്വയംപ്രകാശ യോഗിനിയമ്മയുണ്ട്. അവിടെ പോയിട്ട് കാണുന്നുണ്ട്. ആ അമ്മയാണ് പരമേശ്വരൻ പിള്ളയ്ക്ക് സാധുശീലൻ എന്നുള്ള പേര് നൽകുന്നത്. അപ്പം ഇങ്ങനെ ചരിത്രത്തിൽ കാണാപ്പുറങ്ങൾ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കണ്ടെത്താൻ ഈ സന്ദർഭം സഹായകരമാകട്ടെ.